നമ്മുടെ സുഹൃത്തായിട്ടുള്ള മറുനാടൻ ഷാജൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിന്ന് അതിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോയുടെ തംബ്നെയിൽ ഇതാണ്: പടിക്കൽ കൊണ്ടുചെന്ന് കലമുടച്ച് ശോഭാ സുരേന്ദ്രന് സംഭവിച്ചത് എന്നാണ് അതിൻ്റെ തംബ്നെയിൽ എന്ന് പറയുന്നത്. പതിവ് പോലെ തന്നെ ശോഭാ സുരേന്ദ്രന് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഡാമേജ് നമുക്കറിയാം. പാലക്കാട് സംഭവിച്ചത് വലിയ ചീത്തപ്പേരാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഡാമേജ് കൺട്രോൾ എന്നുള്ള നിലക്കാണ് ഈ പറയുന്ന മറുനാടൻ ഷാജൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തെ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ജയിപ്പിക്കേണ്ട 10 സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്. 10 സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു 3-4 പേരുടെ പേരുകളൊക്കെ കൂടി അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിൽ ഒന്നാം പേരുകാരി ശോഭാ സുരേന്ദ്രനാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ശോഭാ സുരേന്ദ്രൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നതിൽ അർത്ഥമില്ല. കാരണം പിണറായി പോലീസ് അദ്ദേഹത്തെ വിട്ട് ഓടിപ്പിക്കുകയും അദ്ദേഹം നിരവധി സ്റ്റേഷനിലൊക്കെ ചെല്ലുകയും ചെയ്തപ്പോൾ വളരെ ഉറച്ചു നിന്നുകൊണ്ട് സ്റ്റേഷനിലെത്തിപ്പോലും പിന്തുണ പ്രഖ്യാപിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതേപോലെ തന്നെ കഴിഞ്ഞ തവണ മറുനാടൻ ഷാജൻ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു MP ആണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർക്ക് മനസ്സിലായപ്പോൾ അവർ മറുനാടൻ ഷാജനെ തന്നെ തള്ളി പറഞ്ഞു. അതുകൊണ്ട് സംഭവിച്ചേക്കുന്ന കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറുനാടൻ ഷാജനെ ഇത്തവണ തോപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഇനി ഇന്നലെ നടന്ന സംഭവങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് വരാം. സംഭവങ്ങൾ എന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ അവിടെ പണം വിതരണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേവു എന്ന് പറയുന്ന ഒരു പ്രായമായ സ്ത്രീ, ഒരു വെള്ളിമൊക്കെ എന്നിട്ട് അവരൊരു 5000 രൂപ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയുള്ള സ്ത്രീ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഓടിച്ചെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ കയറി. അപ്പോൾ കാറിൽ ഇവർ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത് കാറിലേക്ക് കയറുന്ന ഫോട്ടോ എവിടെയെന്നൊക്കെയുള്ള വിചിത്രമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കാറിൽ എന്തായാലും കയറാതെ എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, കാറിനകത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏറ്റവും ആദ്യം തന്നെ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെന്നിട്ട് ഈ തടഞ്ഞു നിർത്തിയിട്ട് ശോഭേച്ചി എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്ന് ചോദിച്ചാൽ പൈസ കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രൻ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പൈസ കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം. അതിനുശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനോട് ഈ കോൺഗ്രസ്സുകാരൻ ചോദിക്കുന്നുണ്ട് പൈസ കൊടുത്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അത് നിഷേധിക്കുന്നില്ല. ശോഭാ സുരേന്ദ്രൻ അത് നിഷേധിക്കാതെ വളരെ കൃത്യമായി പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് അത് ഇവരുടെ വെല്ലുമ്മയാണെന്നാണ്. അതായത് കൂടെയുള്ള സ്ത്രീയുടെ വെല്ലുമ്മയാണ്. കൂടെയുള്ള സ്ത്രീയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. എന്തൊരു വലിയ ബന്ധമാണ് ആ വെല്ലുമ്മയും ഈ പറയുന്ന പോലെ ആ മകളും തമ്മിൽ എന്നുള്ളത് നിങ്ങളൊന്ന് കാണേണ്ടതാണ്, കൊച്ചുമകളും തമ്മിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ബന്ധമാണ്. ഇവർ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അപ്പോൾ ഇവർ ഒന്നില്ലെങ്കിൽ ഒരു 1-2 ദിവസം എടുത്ത് ട്രെയിനിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനോ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഫ്ലൈറ്റിൽ വന്ന് ഇവർ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയെന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. ഇറങ്ങിയതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു, കാറും പിടിച്ച് നേരെ എന്ത് ചെയ്തു, പാലക്കാട് ചെല്ലുന്നു. പാലക്കാട് ചെന്നിട്ട് കണ്ണാടി പഞ്ചായത്തിൽ ഈ വെല്ലുമ്മയെ കാണുന്നു, ദേവ വെല്ലുമ്മയെ കാണുന്നു. ജസ്റ്റ് ആ മുറ്റത്ത് നിന്നിട്ട് 5000 രൂപ കൊടുക്കുന്നു. ഒരു വാക്ക് പോലും പറയുന്നില്ല, നേരെ ഓടിക്കളയുന്നു. എങ്ങനെയുണ്ട് ബന്ധം? ഇതുപോലെയുള്ള വെല്ലുമ്മമാർ നമുക്കില്ലാതെ പോയി എന്ന് പറയുന്ന ദുഃഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഓടി മഹാരാഷ്ട്രയിൽ വരിക, നമുക്കൊരു 5000 രൂപ കയ്യിൽ വെച്ച് തരിക, നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ ഓടിക്കളയുക. ഇനി ഇതേപോലെയുള്ള വെല്ലുമ്മമാരും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അകത്തേക്ക് കയറി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഒന്നും പറയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുമ്മയാണ്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അടുത്ത ശോഭാ സുരേന്ദ്രൻ പല നുണകളും പറഞ്ഞു. ആ നുണകളിൽ അടുത്തതെന്ന് പറയുന്നത് അവിടെ കൂട്ടത്തിലുണ്ടായ ഒരു പയ്യൻ ഇവരെ നോക്കി വൃത്തികെട്ട ആക്ഷൻ കാണിച്ചു, അതുകൊണ്ടാണ് അടിച്ച് കർണം പൊട്ടിക്കുമെന്ന് പറഞ്ഞതാണെന്നാണ്. അങ്ങനെ നുണകളുടെ ഒരു കൂമ്പാരമാണ് ഇന്നലെ പുള്ളിക്കാരി കുറച്ച് സമയങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചത്. അതിനുശേഷം എന്ത് ചെയ്തു, ഇവരെ അറിയില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് നിൽക്കുന്ന നിരവധി ഫോട്ടോകൾ പുറത്തേക്ക് വന്നു. പിന്നെ കാറിൽ ഇവരുണ്ടായിരുന്നില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു, പ്രമീള ശശിധരൻ. പക്ഷേ അവർ മാത്രമല്ല, ഇവരിരിക്കുന്ന ഫോട്ടോയൊക്കെ തന്നെ പുറത്തേക്ക് വിട്ടു. അങ്ങനെ ആകെ അൽക്കുലത്തായി എന്ന് പറഞ്ഞാൽ മതി. എള്ള ജയം എന്ത് ചെയ്തു പോയി, കാക്ക ഒത്തിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തത് മീഡിയ 1 ആണ്. പിന്നെ ഇതിനിടയിലൂടെ അല്പം വർഗീയത കലർത്താൻ വേണ്ടിയിട്ട് മീഡിയ 1 ഇവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയുന്ന തന്ത്രമൊക്കെ ഇറക്കി നോക്കി. പിന്നെ ഇന്ന് രാവിലെ വന്നിട്ട് പറയുന്നത് ഇത് AI ആണ് എന്നാണ് പറയുന്നത്. എന്ത്, ശോഭാ സുരേന്ദ്രൻ AI ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കോമഡികളും തമാശകളും ഒക്കെ ശോഭ ചേച്ചി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മുടെ ആവശ്യത്തിന് കോമഡികൾ 2020 സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പോരാന്ന് തോന്നിയുകൊണ്ടായിരിക്കും പീക്കിലേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് ഇന്ന് മറുനാടൻ ഷാജൻ കൂടി ഇത്തരത്തിലുള്ള കോമഡികളുടെ ഭാഗമായി മാറിയത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം അതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇതുമായി ബന്ധപ്പെട്ടാണ് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഡാമേജ് കൺട്രോൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഏറ്റെടുത്തേക്കുന്നതിൻ്റെ ന്യായീകരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ലാപ്ടോപ്പിൽ നിങ്ങൾക്കത് കാണാം. സ്ഥാനാർത്ഥികളും ഏജന്റുമാരും പണം കൈകാര്യം ചെയ്യുന്നത് പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ ചില വോട്ടുകൾ ഉറപ്പിക്കാൻ പണം കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും അത് കൃത്യമായി കുറിച്ചു വെച്ചിട്ട് പണം സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന പതിവ്
എല്ലായിടങ്ങളിലും ഉണ്ട് എന്നത് വാസ്തവമാണ്. ഒന്നാദ്യം തന്നെ മനസ്സിലായല്ലോ. അതായത് ഇത് ആദ്യം തന്നെ ഷാജന്റെ ശ്രമം എന്ന് പറയുന്നത് ഇതൊന്ന് ട്രിവിയലൈസ് ചെയ്യാനാണ്, നിസ്സാരവൽക്കരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഇത് ശോഭ മാത്രമല്ല ചെയ്യുന്നത്, എല്ലായിടങ്ങളിലും നമ്മൾ ഇതുപോലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ അവിടെ എല്ലാം തന്നെ ഉറപ്പായിട്ടും പണം ആളുകൾ ആവശ്യപ്പെടും. അപ്പോൾ അതെല്ലാം തന്നെ കുറിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യും, പിന്നീട് പണം വിതരണം ചെയ്യുന്നത് ഈ പറയുന്ന നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസങ്ങളിലാണ്. അതെല്ലാവരും തന്നെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുന്നത് എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, ഗർഭചിത്രം നടത്താറുണ്ട്, എല്ലാവരും ബലാത്സംഗം ചെയ്യാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഇവർക്കൊരിക്കലും ആ തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റാത്തപ്പോഴുള്ള വലിയ അഭ്യാസമാണത്. പക്ഷെ അത് നല്ല കാര്യം, കുഴപ്പമില്ല, ഇതൊക്കെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതിനേക്കാൾ വലിയൊരു അബദ്ധം ഷാജൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഉന്നതികൾ എന്ന് വിളിക്കുന്ന സെറ്റിൽമെന്റ് കോളനികളിൽ പലപ്പോഴും ഇത്തരം പണമിടപാടുകൾ പതിവാണ്. ഇതിനുവേണ്ടി മാത്രം ആ ഉന്നതികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ ഉന്നതികളിൽ സ്വാധീനമുള്ള ഇത് നമ്മൾ ആഡ് വന്നുകൊണ്ടൊന്ന് കട്ട് ചെയ്താണ്, അത് വീണ്ടും കേൾക്കാൻ. ഉന്നതികളിൽ സ്വാധീനമുള്ള ചില ശക്തികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ പണം നൽകാൻ എത്തുമെന്ന് അറിഞ്ഞ് എതിരാളികൾ അവരെ കുരുക്കാൻ വഴികളൊരുക്കും. ഇതിൽ ഷാജൻ പറയുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉന്നതികൾ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് കോളനികളുണ്ട്. അവിടെയെല്ലാം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ പണം കൊടുത്തുകൊണ്ടാണ് വോട്ടുകൾ വാങ്ങിക്കുന്നതാണ്. ആ കോളനികളിൽ താമസിക്കുന്ന ആളുകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ പറയട്ടെ. ഷാജൻ ഇത് തെറ്റ് തിരുത്തേണ്ടതാണ്. കാരണം ഇത് യാതൊരു തെളിവുമില്ലാതെ ഇത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ സത്യത്തിൽ അടിക്കാൻ പാടില്ലാത്തതാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നതൊന്നും പറയുന്നതല്ലല്ലോ ഈ പറയുന്ന പോലെ ഉത്തരവാദിത്തമുള്ള ജേർണലിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷാജൻ പറഞ്ഞു വന്നത് അവിടെയൊക്കെ തന്നെ പണം കൊടുക്കും. ആ പണം കൊടുക്കുമ്പോൾ സാധാരണ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് എത്താറില്ല എന്നുള്ളതാണ്. അവിടെ മുതൽ നമുക്കൊന്ന് കേൾക്കാം. ഇനി അടുത്തൊരു വാചകവും കൂടി ഷാജൻ പറയുന്നുണ്ട്, അത് എത്രമാത്രം നിരുത്തരവാദപരമാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പണം കൊടുക്കുന്ന പ്രക്രിയയുടെ ഭാഗത്തേക്കും സ്ഥാനാർത്ഥികൾ സാധാരണ എത്താറില്ല. വളരെ സൂക്ഷ്മതയോടെ സംഘം ചേർന്ന് പണം കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ വരാതിരിക്കാൻ ജാഗ്രതയോടെയാണ് പലപ്പോഴും ഇത്തരം ഇടപാടുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ വിവാദത്തിൽ ചെന്നുപെട്ടപ്പോൾ പലരും തെറ്റിച്ചു വിളിച്ചത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി മാത്രമല്ല, മിക്ക പാർട്ടികളിലെയും മിക്ക സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയും സംസ്ഥാന വ്യാപകമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടാവും എന്നത് വാസ്തവമാണെങ്കിലും അതീവ ജാഗ്രതയോടെ ചെയ്യേണ്ട ഈ പണി എങ്ങനെയാണ് ഉത്തരവാദിത്വമില്ലാതെ ശോഭാ സുരേന്ദ്രന്റെ സംഘം ചെയ്തത് എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ഈ വാചകം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒന്ന് ഷാജൻ പറയുന്നത് ഇത് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പല സ്ഥാനാർത്ഥികളും ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ടാവാം എന്നുള്ളതാണ്. എവിടെയാണ് ഷാജ ഈ പറഞ്ഞ പോലെ പണം കൊടുത്ത് വോട്ട് മേടിച്ചത്? നിങ്ങൾക്ക് ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഉള്ളതാണ്, അതുപോലെ ഈ പറയുന്ന പോലെ വലിയ ബന്ധങ്ങളുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വിടൂ, അല്ലാതെ വെറുതെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കരുത്. അത് ഓക്കെ, ശോഭയുടെ പറ്റിയിട്ടുള്ള ഒരു ഇമേജിനെ പറ്റിയിട്ടുള്ള കുഴപ്പത്തെ ഡാമേജ് കൺട്രോളായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അടുത്ത വാചകം ഷാജൻ പറയുന്നത് എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. ഷാജൻ പറയുന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉയരുന്നത് നിങ്ങളിങ്ങനെ ഈ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നത് തെറ്റാണ് എന്നുള്ളതല്ല. ഷാജൻ പറയുന്നത് അത് വളരെ ജാഗ്രതയോടെ ചെയ്യേണ്ട, വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പണിയല്ലേ. ആ പണി നിങ്ങൾ നിരുത്തരവാദമായി ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്നാണ് നിങ്ങൾ പറയുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി അതൊന്ന് എന്ത് ചെയ്യട്ടെ കേൾക്കാം, എന്നാലും അത് നിങ്ങൾ അറിയേണ്ടത് അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, കേൾക്കുള്ളൂ. സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടാവും എന്നത് വാസ്തവമാണെങ്കിലും അതീവ ജാഗ്രതയോടെ ചെയ്യേണ്ട ഈ പണി എങ്ങനെയാണ് ഉത്തരവാദിത്വമില്ലാതെ ശോഭാ സുരേന്ദ്രന്റെ സംഘം ചെയ്തത് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതായത് ചെയ്തതിനൊന്നും കുഴപ്പമില്ല, ശോഭാ സുരേന്ദ്രന്റെ സംഘം എങ്ങനെയാണ് ഇത്ര ഉത്തരവാദിത്തമില്ലാതെ ഈ പണി ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് ഷാജൻ പറയുമ്പോൾ അതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഷാജനെ പോലുള്ള ആള് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് ന്യായീകരിക്കേണ്ടതിന് പകരം ഷാജന്റെ പോലും ക്രെഡിബിലിറ്റി തകർത്ത് കളയുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുത് പ്രിയപ്പെട്ട ഷാജ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കി കൂടി കേൾക്കാം, എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ കൂടി പറയേണ്ടത്. ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഇതായിരുന്നു. ഇന്നലെ അത് വലിയ വിവാദത്തിന് കാരണമായി. വെള്ളസാരി ഉടുത്ത മുല്ലപ്പൂ അണിഞ്ഞ ഒരു സ്ത്രീ നടന്നു പോകുന്നതും ഒരു വീട്ടമ്മയ്ക്ക് പണം കൊടുക്കുന്നതുമായ ദൃശ്യമാണ് ആദ്യം പുറത്തു വന്നത്. അതേ സ്ത്രീ അവിടെ നിന്ന് ആ സ്ത്രീ എന്താണെങ്കിലും പണം കൊടുത്തു എന്നുള്ളത് ഷാജനും ബോധ്യപ്പെട്ടു കേട്ടോ. കാരണം പണം കൊടുക്കുന്നതുമായിട്ടുള്ള ദൃശ്യമാണ് പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ AI ആണെന്ന് ഷാജൻ ഭാഗ്യത്തിന് പറഞ്ഞിട്ടില്ല. ഇറങ്ങി മുമ്പോട്ട് നടന്നു പോകുന്ന ദൃശ്യവും പുറത്തു വന്നു. ഈ സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ ശോഭാ സുരേന്ദ്രന്റെ വാഹനം തടയുകയും ചിലർ ശോഭയെ ചോദ്യം ചെയ്യുകയും ആ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ക്ഷുഭിതയായി പുറത്തിറങ്ങി വന്ന ശോഭാ സുരേന്ദ്രൻ അടിച്ചതിന്റെ കരണം പൊട്ടിക്കും എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ദൃശ്യങ്ങളോടെയാണ് വിവാദം ആരംഭിക്കുന്നത്.
മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാൽ പോലെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാൽ പോലെ. ഇതിൽ ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടായിരിക്കുമല്ലോ അല്ലേ, ഈ കുട്ടിയുടെ വല്യമ്മയാണെന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയും കാറിലുണ്ട്. ഏത് വെള്ള ചുരിദാർ ഇട്ട ഈ പറയുന്ന പോലെ മുല്ലപ്പൂ ചൂടിയ പെൺകുട്ടി. ഇടയ്ക്ക് ഇവർ പറഞ്ഞത് അത് നിഴലാണെന്നാണ്. മനസ്സിലായേ? ഇടയ്ക്ക് നിഴലാണെന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ നിഴലാണ്, പക്ഷെ അത് നിഴലിൽ പ്രത്യേകമായിട്ട് മുല്ലപ്പൂ ചൂടിയേക്കണമെന്നാണ്. ഇനി അടുത്ത തവണ അത് ചെമ്പരത്തിപ്പൂ ചൂടി വരുമോ എന്നുള്ളത് നമുക്ക് എന്താണ് അറിയാൻ പാടില്ല. യഥാർത്ഥത്തിൽ നയൻതാരയുടെയൊക്കെ സിനിമ ഉണ്ടല്ലോ വിസ്മയത്തുമ്പത്ത്, അതുപോലെ വിസ്മയമാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും കേട്ടിട്ട് ഷാജിന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി അടുത്ത ബാക്കിയുള്ളത് കൂടി കേൾക്കാം. ഞങ്ങളുടെ വാളല്ലേ, ഞങ്ങളുടെ വാളല്ലേ, തേങ്ങയുടെ എവിഡൻസ് എന്നാണ് പറഞ്ഞേക്കണം. ശ്രദ്ധിച്ചാണ് പുള്ളിക്കാരി വാക്കുകൾ ഉപയോഗിച്ചേക്കണം. കാരണം ചക്കയുടെ എവിഡൻസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 2020 സ്ഥാനാർത്ഥികളുടെ ചിഹ്നമായി മാറിയാൽ അവർക്കൊരു പ്രൊമോഷൻ ആയാലും. അത് പറഞ്ഞിട്ടില്ല ഭാഗ്യത്തിന്. അതുകൊണ്ട് എന്തായാലും നല്ല കാര്യം. പിന്നെ ഈ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന ഒരു വാചകം അന്നേരം ചോദിക്കുന്നില്ല. അതായത് അസഭ്യമായിട്ടുള്ള ഒരു ആക്ഷൻ കാട്ടി ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പിന്നീടാണ് പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കാതിരിക്കും ആരെങ്കിലും. ഇതൊന്നും തലക്ക് സാമാന്യ ബോധമുള്ള ആരെങ്കിലും ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കായിരിക്കും. ഇനി ഒരു കാര്യം, രണ്ടാമത്തത് എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്ന ആ പാവം പയ്യന് വേണ്ടിയിട്ട് 2 പേർ രംഗത്തെത്താത്തത് എന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. ഒന്ന് ഷാജൻ സ്കറിയ അതിനകത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കുന്നില്ല, പകരം ശോഭയാണ് ന്യായീകരിക്കുന്നത്. ശരിക്കും ഷാജൻ സാധാരണ ഇപ്പോൾ പാലക്കാടിലുള്ള മുൻ MLA നമുക്കറിയാം മാങ്കൂട്ടത്തിലേക്ക് ന്യായീകരിച്ചതുപോലെ യഥാർത്ഥത്തിൽ ന്യായീകരിക്കാവുന്ന കാര്യമുള്ളൂ. തെളിവുണ്ടാകുമോ അല്ലെങ്കിൽ വെറുതെ ആരോപണം ഉന്നയിച്ച് കുടുക്കിൽപ്പെടുത്താനാകുമോ എന്നൊക്കെ ചോദിക്കാം. ഇനി പോട്ടെ, ഷാജൻ്റെ കാര്യം ഞാൻ വിട്ടു. അടുത്ത ഏറ്റവും വലിയൊരാളുണ്ട്, നമ്മുടെ പുരുഷ കമ്മീഷൻ്റെ ചെയർമാനും അഖില ലോക ഈ പറയുന്ന പോലെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള മറ്റേ രാഹുൽ ഈശ്വർ. പുള്ളി എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ഇതിൽ പുള്ളി ആരെ പിന്തുണക്കുന്നു എന്നറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്കറിയാം 100% ഉറപ്പായും വെറുതെ ഒരു ആരോപണം, സ്ത്രീ എന്നുള്ള നിലക്ക് വെറുതെ അവർക്കുള്ള ഒരു പ്രത്യേക പ്രിവിലേജിനെ അവർ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇതിൽ രണ്ടിലും ഇവരുടെ 2 പേരുടെ അഭിപ്രായം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളതുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് കേൾക്കാം. ഇനിയുള്ള കുറച്ച് ന്യായീകരണ ഉരുളലുകൾ കൂടി നമുക്ക് കേൾക്കാം. ഇത് ചെറിയ തോതിലല്ല ശോഭാ സുരേന്ദ്രന് ക്ഷീണമുണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്ന തരത്തിൽ വാർത്ത വരുന്നത് നിസ്സാരമായ പരിക്കല്ല ഏൽപ്പിക്കുന്നത്. ശോഭ ഇതിന് വിശദീകരണവുമായി രംഗത്ത് വന്നു. ശോഭ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആ സ്ത്രീയെ തനിക്കറിയില്ല, താനോ BJP-ക്കാരോ പണം കൊടുത്തിട്ടില്ല, ആ സ്ത്രീ കൊടുത്തത് പണം. ഇതിന് ശേഷം വന്ന വാർത്തകളൊന്നും ഷാജൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് ഈ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത്, അതുപോലെ 2 കേന്ദ്രമന്ത്രിമാർ വന്നപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു കാര്യവും കണ്ടിട്ടില്ല. കൂടാതെ കാറിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളും ഷാജൻ കണ്ടിട്ടില്ല. കാരണം ഈ സ്ത്രീ അറിയില്ല, വെറുതെ വഴി കൂടിയാണ് പോയ ആരോ വന്ന് ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ കയറി ഇരുന്നതാണ്. അവർ യഥാർത്ഥത്തിൽ ഈ വല്യമ്മയുടെ കൊച്ചുമകളായിരുന്നു. ആ ബന്ധം മാത്രമേ ശോഭാ സുരേന്ദ്രനുള്ളൂ എന്നുള്ളത് മലയാളികൾ എന്ത് ചെയ്യണം, തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്നുള്ളതാണ് ഷാജൻ പറയുന്നത്. നമുക്ക് കേൾക്കാൻ പാടില്ല എന്ന് പോലും ഉറപ്പില്ല. 2, തന്റെ കാറ് തറഞ്ഞ് തന്റെ ദൃശ്യങ്ങൾ പകർത്തി തന്റെ മേൽ ലൈംഗിക ചേഷ്ടകൾ കാണിച്ച ഒരു ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണ് താൻ. ആ ലൈംഗിക ചേഷ്ട ഇതിൽ പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്താണ്. കാരണം ലൈംഗിക ചേഷ്ട കാണിച്ചതിന് തെളിവ് വേണ്ട, അതുപോലെ ഒരു കാര്യവും വേണ്ട. പക്ഷേ സ്വന്തം പ്രവർത്തികളെ ന്യായീകരിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇവരൊക്കെ തന്നെ രംഗത്തിറങ്ങുന്നുണ്ട് എന്നുള്ളത് കാണണം. സിദ്ദിഖിനെതിരെ പരാതി വന്നപ്പോഴും സിദ്ദിഖ് വളരെ നന്നായി പെരുമാറുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഷാജൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. കാണിച്ചതുകൊണ്ടാണ് താൻ അയാളുടെ കാരണത്തടിക്കും എന്ന് പറഞ്ഞത്. സ്ത്രീ എന്ന നിലയിൽ അത് തന്നെയാണ് തന്റെ നിലപാട്. 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ, നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം, ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിൽ ഇരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിൽ ഇരിക്കുകയാണ്. ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പ് ഈ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലെത്തി ശോഭയെ കുരുക്കിയതാണെന്ന് വിശ്വസിക്കുന്നു.
ഇനി അടുത്തത് ഒരു പോസ്റ്റ് വായിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ അത്ര പ്രസക്തമല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിട്ടുകളഞ്ഞത്. ബാക്കിയുള്ള സ്ഥിരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഒരു പോസ്റ്റ് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു അഭിപ്രായം കൂടി പറയുന്നുണ്ട്. അത് രണ്ടും കൂടി നമുക്കൊന്ന് കേൾക്കാം. നിതിൻ മോളി എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ട ഒരാളുടെ പോസ്റ്റ് വായിക്കുകയാണ്. ഷാജൻ എല്ലായ്പ്പോഴും ചെയ്യുന്ന പണി അതാണ്. കാരണം ആരുടെയെങ്കിലും പോസ്റ്റ് ഇതുപോലെ ഏതെങ്കിലും സൈഡിൽ രണ്ടുപേര് പോസ്റ്റ് ഇട്ടുണ്ടാവില്ല. ആ പോസ്റ്റ് കണ്ടെത്തി വായിക്കുക. അതായത് താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ അത് വായിക്കുക. BJP പണം നൽകിയെന്ന് ആരോപിക്കുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിലെ ചതി മനസ്സിലാവും. BJP സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു പോയതിനു ശേഷം വെള്ള ചുരിദാറും തലയിൽ മുല്ലപ്പൂ ചൂടിയ ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് അവിടുത്തെ പ്രായമായ സ്ത്രീയുടെ കയ്യിലൊന്ന് വെച്ചു കൊടുക്കുന്നു. ഇതെല്ലാം തൊട്ടടുത്ത മതിൽ എന്തോ അല്ല, പണമാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി ആ പണത്തെക്കുറിച്ച് അടുത്തൊരു ന്യായീകരണം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവർ പെൻഷൻ കിട്ടിയ പണവും പിടിച്ച് കയ്യിലിരിക്കുകയായിരുന്നു പറയണം. എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്ന പെൻഷൻ അത് 5000 രൂപയുണ്ടെന്ന് പറയണം. 5000 രൂപ കിട്ടിയതും പിടിച്ച് കയ്യിലിങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഷാജൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിണറായി വിജയൻ എന്ന് അഭിനന്ദിക്കണം. കാരണം പെൻഷൻ 5000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇതിനപ്പുറത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ശേഷം ആ വെള്ള ചുരിദാറിന്റെ സ്ത്രീ മറ്റൊരു സ്ഥലത്ത് BJPയുടെ പ്രചാരണ വാഹനങ്ങൾക്ക് സൈഡിലൂടെ നടന്നു പോകുന്നു. അവർ ഒരു വാഹനത്തിലും കയറുന്നതായോ അവർ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നു. അടുത്തൊരു വാചകം, ഇത് ഏറ്റവും വലിയ കോമഡിയാണ്. അവരൊരു വാഹനത്തിലും കയറുന്നതായോ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോകളില്ലാന്ന് പറയാം. ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോകൾ നിരവധി വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് കുഴപ്പമില്ല. നമ്മുടെ സിമി നായർ അതുകൂടാതെ ഈ കാറിൽ അവർ കയറുന്ന ദൃശ്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കാറിനകത്ത് അവർ ഇരിക്കുന്ന ദൃശ്യമുണ്ട്. കൂടാതെ ശോഭാ സുരേന്ദ്രൻ ഈ മറ്റേ യൂത്ത് കോൺഗ്രസ്സുകാരുമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്ന് തർക്കിക്കുമ്പോൾ ഇവർ ഡോറ് തുറന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ദൃശ്യം എന്നുള്ള റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടുണ്ട്. എന്നിട്ട് അവരോട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് ഡോറടക്കുന്ന ദൃശ്യം പുറത്തുവിട്ടുണ്ട്. ഷാജ, അത് കാണണം. വീഡിയോയിലില്ല. അങ്ങനെ സൈഡിലൂടെ പോയ അവര് BJPയുടെ കൂടെയുള്ളതാണെന്ന് തോന്നാനാണ്. ശേഷം വീഡിയോയിലുള്ളത് അതേ വെള്ള ചുരിദാറും തലയിൽ മുല്ലപ്പൂവുള്ള സ്ത്രീ ആ വയോധികരുടെ വീട്ടിലെത്തി പണം വാങ്ങിയത് പിടികൂടുന്ന രംഗമാണ്. അവർ കുമ്പിടിയാണെന്ന് തോന്നുന്നു. വീഡിയോയുടെ അവസാന ഭാഗത്തെ ഇതേ ടീം കാറുമെടുത്ത് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ വാഹനം തടഞ്ഞ് കാശ് കൊടുക്കുന്നുവെന്ന് ആരോപണം പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വീഡിയോ പിടിക്കുന്നു. ഈ സമയം തന്റെ വീഡിയോ എടുത്ത് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കാൻ നോക്കിയവർക്ക് ശോഭ കാറിൽ ഇറങ്ങി പ്രതികരിക്കുന്നു. വീഡിയോ എടുത്താൽ അടികൊള്ളുമെന്ന് പറയുന്നു. ഇത്രയുമാണ് വീഡിയോയിലുള്ളത്. വീഡിയോ എടുത്താൽ അടികൊള്ളൂ എന്നല്ല പറഞ്ഞ, അടിച്ചതിൻ്റെ കരണം പൊട്ടിക്കുമെന്ന് പറഞ്ഞ. അതും പാലക്കാടിലൊരു ഓട്ടോ റോഡ് പറയുമ്പോൾ മുഴുവൻ പറയണം. ട്രാപ്പാണ്. ഇലക്ഷൻ തലേ ദിവസം ആയതുകൊണ്ട് ആളുകൾ സത്യം പറഞ്ഞു വരുമ്പോഴേക്കും ഇലക്ഷൻ കഴിഞ്ഞിരിക്കും എന്ന് വ്യക്തമായ ധാരണയോടെ ചെയ്ത ചതിയാണ്. എന്തുകൊണ്ട് ആ സ്ത്രീയുടെ മുഖം പകർത്തിയില്ല, എന്തുകൊണ്ട് ആ സ്ത്രീ കാറിൽ കയറുന്ന ദൃശ്യമില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ ഉയർന്നു വന്നതോടെ ശോഭയെ കുരുക്കിയതാണോ എന്ന പ്രസക്തമായ ചോദ്യം ഉയർന്നു വന്നു. എന്നാൽ ഇത് അടുത്ത പ്രസക്തമായ ചോദ്യമാണ് കേട്ടോ. ശോഭയെ കുരുക്കിയതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. രണ്ടാമത്തത് ഒന്ന് മറ്റേ ആദ്യത്തെ പ്രസക്തമായ ചോദ്യം ഷാജൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ പണമൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാം, പക്ഷെ അത് വളരെ സൂക്ഷ്മതയോടെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യണം എന്നൊരു ഉപദേശമാണ് ഷാജൻ കൊടുത്തത്. അതാണ് അങ്ങനെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം കേട്ടോ. ശോഭയുടെ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. ഇത് രണ്ടുമാണ് സാഹചര്യമെങ്കിൽ ആ സ്ത്രീയെ ശോഭയ്ക്ക് പരിചയമില്ലെങ്കിൽ, പണം കൊടുത്ത സംഭവവുമായി ബന്ധമില്ലെങ്കിൽ ഇതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ ശോഭ പ്രതികരിക്കേണ്ടതാണ്. എനിക്ക് തോന്നണത് ഈ സംഭവം കേട്ടതിന് ശേഷം ഷാജൻ കിടന്ന് ഉറങ്ങി, പിന്നെ എഴുന്നേറ്റത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഒരുപാട് സംഭവങ്ങൾ ഷാജൻ അറിഞ്ഞിട്ടില്ല, അത് അറിയാത്തതുകൊണ്ടായിരിക്കും. മാധ്യമപ്രവർത്തകരുടെ പൊട്ടിത്തെറിക്കുകയും മീഡിയാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ശോഭയുടെ ആത്മവിശ്വാസക്കുറവ് വ്യക്തമായിരുന്നു. പിന്നീട് സ്ത്രീയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. സിമി സജീവൻ എന്നാണ് അവരുടെ പേരെന്നും അവർ ശോഭാ സുരേന്ദ്രന്റെ കാമ്പയിനിൽ സജീവമായിരുന്നു വ്യക്തമാകുന്നു. പ്രധാനമന്ത്രി മോദി അവസാനം ഷാജൻ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും പാലക്കാട് സന്ദർശിച്ചപ്പോൾ അടക്കം അവർ സജീവമായി രംഗത്തുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി പാലക്കാട് BJP ഓഫീസ് സന്ദർശിക്കുമ്പോൾ അവർ അവിടെയുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാൻ വരുമ്പോഴും അവരവിടെ തന്നെയുണ്ട്. കൃഷിമന്ത്രി വരുമ്പോൾ ശോഭയും ഇവരും അപ്പുറപ്പുറം നിന്ന് നടുക്ക് അദ്ദേഹം നിന്നിട്ട് ഈ പറയുന്ന പോലെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. 15 കൊല്ലത്തോളം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളതൊന്നും മറന്നു പോരുത്. ഇപ്പൊ കേന്ദ്രമന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ശോഭാ സുരേന്ദ്രനൊപ്പമുള്ള ചിത്രവും പുറത്തു വന്നു. ഇതോടുകൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വിശ്വസനീയമല്ലാതായി. ഇപ്പോഴും ബാക്കിയാവുന്നത് ശോഭാ സുരേന്ദ്രനെ ചതിച്ചത് ആരെ എന്നതാണ്. ഇത്രയും നുണയൊക്കെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞെങ്കിലും ഏറ്റവും പ്രസക്തമായ ചോദ്യം ശോഭാ സുരേന്ദ്രനെ ചതിച്ചത് ആര് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ കൊടുക്കാൻ തരുന്നത് തെറ്റാണ് എന്ന് ഷാജൻ പറയുന്നില്ല. കൊടുക്കുമ്പോൾ പക്ഷേ അതൊക്കെ ഒറ്റിക്കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് പറഞ്ഞാൽ കള്ളക്കടത്ത് നടത്തുമ്പോൾ ആരെങ്കിലും ഒറ്റിക്കൊടുത്താൽ ആ ചതിച്ചവനെ നമ്മൾ നോക്കിയാൽ മതി, അല്ലാതെ കള്ളക്കടത്ത് നടത്തുന്നവനെ നമുക്ക് വെറുതെ വിടാം എന്നുള്ളതാണ് ഒരു ഇപ്പോഴുള്ള പോളിസി. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയപ്പോൾ മുതൽ
ശോഭ വിജയിക്കരുത് എന്ന് വാശിയോടെ പ്രവർത്തിക്കുന്ന BJPയിലെ തന്നെ ചില നിഗൂഢ ശക്തികളുണ്ട്. അവർ ബോധപൂർവ്വം ശോഭാ സുരേന്ദ്രനെ അതിൻ്റെ കാര്യം ഷാജൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രീ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് BJPയിലെ ഏറ്റവും വലിയ ശക്തി പാലക്കാട്. അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പം മലമ്പുഴയിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം കെ സുരേന്ദ്രൻ്റെ ഒപ്പമൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാജൻ അവരോടല്ല, കുറച്ചുകൂടി താല്പര്യം നമ്മുടെ ശോഭാ സുരേന്ദ്രനോടാണ്. അപ്പോൾ ഇവർ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു വസ്തുതയായിരിക്കാം. അതൊക്കെ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടി പറയുന്നത്. കാരണം ഈ പാർട്ടിക്കകത്ത് നിന്നുള്ള ആരോ ഈ പണം കൊടുക്കുന്നതിന് ഒറ്റിക്കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നോട്ട് ദ പോയിന്റ്. നിങ്ങൾ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മറ്റേ പണം കൊടുക്കുന്നത് തെറ്റാണ് എന്നൊരു അഭിപ്രായം ഷാജനില്ല. കൊടുത്തതാവും എന്ന് വിശ്വസിക്കുന്നവരാണ് BJP പ്രവർത്തകരിൽ ഏറെയും. ശോഭാ സുരേന്ദ്രൻ വിജയിച്ചേക്കും എന്ന സാഹചര്യം രൂപപ്പെട്ടപ്പോൾ അത് അട്ടിമറിക്കാൻ BJPക്കാരുടെ തന്നെ ഒത്താശയോടെ നടത്തിയ ഗൂഢാലോചനയിൽ ശോഭ പെട്ടുപോയി എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുക്കുന്നത് ശോഭ മാത്രമല്ലെങ്കിലും പിടിക്കപ്പെടുന്നത് ശോഭയുമായി ബന്ധപ്പെട്ട അടുത്ത ന്യായീകരണം ഇങ്ങനെയാണ്. സ്ഥാനാർത്ഥി നാട്ടുകാർക്ക് വോട്ടിന് വേണ്ടി പണം കൊടുക്കുന്നത് ശോഭ മാത്രമല്ല, പക്ഷേ ദൗർഭാഗ്യവശാൽ പിടിക്കപ്പെട്ടത് ശോഭ മാത്രമാണെന്നാണ്. നമുക്ക് ഏത് കള്ളനെയും ന്യായീകരിക്കാൻ ഇത് പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം ആ കള്ളൻ പിടിക്കപ്പെടാത്ത നിരവധി കള്ളന്മാർ ഇവിടെ കട്ടുകൊണ്ടിരിക്കുന്നില്ലേ എന്നുള്ളത് ആർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമായിട്ട്, ഒരു ജനറൽ കാര്യമാണ്. അതാണ് ഷാജൻ ഈ ന്യായീകരണത്തിന് വേണ്ടി കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. സാഹചര്യത്തിലാണ് എന്നത് ശോഭയ്ക്ക് തീർച്ചയായും ക്ഷീണം ചെയ്യാതിരിക്കില്ല. യാതൊരു ഗിമ്മിക്സുകളും ഇല്ലാതെ വിജയം ഉറപ്പായിരിക്കവേ ഈ വിവാദത്തിലേക്ക് ചെന്നുപെട്ടതോടെ പടിക്കൽ കൊണ്ടുപോയി ശോഭ യാതൊരു ഗിമ്മിക്സും ഇല്ലാതെ വിജയം ഉറപ്പായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് ഷാജ പണം കൊടുക്കാൻ പോയത് എന്നൊരു ലളിതമായ ചോദ്യമുണ്ട് കേട്ടാ. മറുപടി പറയണമെന്നില്ല, ലളിതമായൊരു ചോദ്യമുണ്ട്. എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. ഞാൻ ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അടുത്തതാണ് കേട്ടോ. ഷാജന്റെ ഉപദേശം തേടിയത് അഡ്വക്കേറ്റ് ജയശങ്കറിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, അത് അവസാന വാക്കാണ്. അതുകൊണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം. ആളുകൾ വോട്ട് ചെയ്യാനുള്ളത് ആർക്കെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ശോഭയ്ക്കും ആ ജയശങ്കർ പറഞ്ഞേക്കണ വാചകം ഇതാണ്: ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ജനങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ലെന്നാണ്. പക്ഷെ അപ്പോൾ എനിക്ക് ജയശങ്കർ സാറിനോടും ഷാജനോടും ഒക്കെയുള്ള ചെറിയൊരു ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ നേരത്തെ തീരുമാനിച്ചിരുന്നു എല്ലാവരും എന്നുണ്ടെങ്കിൽ ഈ ദൈവവുമായി തീരുമാനിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ 5000 രൂപ കൊടുത്തതുകൊണ്ട് അത് മാറില്ലല്ലോ. അപ്പോൾ ആ കാശ് കൊടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവർ ഈ സാഹചര്യം കൊണ്ട് മാറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളൊന്നും അവസാന നിമിഷത്തെ ജനവിധിയെ അട്ടിമറിക്കില്ല എന്നാണ്. ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വിവാദം നിരാശാജനകമാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ശോഭാ സുരേന്ദ്രനോ അവരുടെ കൂടെയുള്ളവരും സാമ്പത്തിക ഇടപാടിന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമാണ്. ജനാധിപത്യത്തെ പണം കൊടുത്ത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അത് അംഗീകരിക്കാനോ അനുവദിക്കാനോ പാടില്ല. അതേസമയം ശോഭ ബലിയാടാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് ശോഭ പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലർ നടത്തിയ ഗൂഢാലോചനയാണെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ചതിയുമാണ്. എന്ന് പറഞ്ഞാൽ ഷാജൻ ഒരു സുവിശേഷ പ്രസംഗമാണ് ഏറ്റവും അവസാനം നടത്തുന്നത്. ഇത്രയും വീഡിയോസൊക്കെ കണ്ടിട്ട് ഷാജനൊന്നും മനസ്സിലായിട്ടില്ല. ഷാജൻ പറയുന്നത് പണം കൊടുത്ത് വോട്ട് മേടിക്കാൻ ശ്രമിക്കുന്നത് ധാർമ്മികമായി തെറ്റാണ് എന്നൊരു വാചകം ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പകരം ഇത് ശോഭാ സുരേന്ദ്രൻ ബലിയാടായതാണെങ്കിൽ അതും ഈ പറയുന്ന പോലെ അങ്ങേയറ്റം ഖേദകരമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ ഒരു നിലവാരമാണ്. അതായത് ബാലൻസിങ് സിംഹമായി കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മറുനാടൻ ഷാജൻ മാറിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ, തുടരുക.